എല്ലാവരും അഭിനയം നല്ലതാണ്. അത് ചെയ്യാൻ കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്, അത് വെച്ച് ചെയ്യാൻ നല്ല പടമാണ്. ജോർജ് ആയാലും എല്ലാവരും റൺ ചെയ്തിട്ടുണ്ട്. ജോർജ്, ബിജു മേനോൻ, ലെന എല്ലാവരും റൺ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രോം ആക്ടിങ് എല്ലാവരും നല്ലതാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ആയിട്ടുള്ളത് ഇത് നല്ലതാണ്. ഡയറക്ഷൻ നല്ലതാണ്. കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്, അത് വെച്ച് ചെയ്യാൻ നല്ല പടമാണ്. അത് വെച്ച് നല്ല എൻ്റർടൈനറാണ്. അങ്ങനെ ലാഗ് അങ്ങനൊന്നുമില്ല. നല്ല സ്ക്രിപ്റ്റാണ്. ഡയറക്ഷൻ നല്ല പടം. അടിപൊളി പടം, സൂപ്പർ പടം. നല്ല സ്റ്റോറിയാണ്. കഥയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നല്ല ഇൻ്റർവെല്ലും നല്ല ഒരു ത്രില്ലർ മൂവിയായിട്ട് നിൽക്കുന്നുണ്ട്. ജിത്തു ജോസഫ് അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിജു മേനോന്, പിന്നെ ആടുജീവിതത്തിലെ നായകന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ആ ഒരു ഡാർക്ക് മൂഡിലാണ് പടം പോകുന്നത്. ത്രില്ലറാണ്. ഒരു ഇന്റർവൽ ആകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പടം വന്ന് നിൽക്കുന്നത് കേട്ടോ. നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് എൻ്റെ ഒരു മൂഡ്. അതുകൊണ്ട് പറയത്തില്ല. പക്ഷേ പെർഫോമൻസ് ബേസ്ഡ് രണ്ടുപേരും അറിയാലോ, റേഞ്ച് അറിയാലോ. രണ്ടുപേരുടെ റേഞ്ച് ഒന്നിനൊന്നിനും വെച്ചാൽ രണ്ടുപേരും തകർപ്പില്ല. ഒരു ഭയങ്കര മിസ്റ്ററി ത്രില്ലറാട്ടോ. ത്രില്ലറോടമാണ്. തുടക്കം തൊട്ട് ഒരു ഡാർക്ക് മൂഡിലാണ് പടം പോകുന്നത്. തുടക്കം മുതൽ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നന്നായി ജിത്തുവിൻ്റെ ഒരു ആ മിറേജിൻ്റെ ഒരു ചീത്തപ്പേര് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ായിട്ടുണ്ട് കേട്ടോ. ചിത്രം തന്നെയാണ്. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രമാണ് ഒരുക്കുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം. തീർച്ചയായിട്ടും നല്ലൊരു പ്രമേയം തന്നെയാണ്. അഭിനയം ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ജോർജ് ആയാലും ബിജു മേനോനായാലും ലേനയായാലും അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്.